എൻസിപിയിലെ തർക്കത്തിൽ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കാൻ ഒരുങ്ങി സംസ്ഥാനത്തെ ശരത് പവാർ പക്ഷം. വിഷയത്തിൽ എൻസിപി നേതാവും മന്ത്രിയുമായ എ.കെ. ശശീന്ദ്രൻ ഇന്ന് ശരത് പവാറുമായി കൂടിക്കാഴ്ച നടത്തും. അജിത് പവാറിന്റെ നീക്കത്തെ നിയമപരമായി നേരിടുമെന്ന് മന്ത്രി എ.കെ. ശശീന്ദ്രൻ 24-നോട് പറഞ്ഞു. മന്ത്രി എ.കെ. ശശീന്ദ്രൻ 24-നോടൊപ്പം ചേരുകയാണ്. ഔദ്യോഗിക പക്ഷത്തിന്റെ നോട്ടീസ് അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നു. രാജിവെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. ഈ ഘട്ടത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നതിന് കൂടി വേണ്ടിയാണ് അദ്ദേഹം ഇപ്പോൾ ഡൽഹിയിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണുന്നുണ്ടോ? ആദ്യം അഭിഭാഷകനെ കാണണം. അഭിഭാഷകനുമായി ചർച്ച ചെയ്ത് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ പോകേണ്ടതുണ്ടെങ്കിൽ മാത്രമേ പോകുള്ളൂ. കാരണം ഈ അജിത് പവാർ നയിക്കുന്ന വിഭാഗം എൻ.സി.പിയിൽ നിന്നും വിട്ടുപോയ ഒരു ഘടകമാണ്. മാത്രമല്ല, എൻ.സി.പിയുടെ രാഷ്ട്രീയ നിലപാടിൽ നിന്നും വ്യത്യസ്തമായി ബി.ജെ.പിയുമായി സഹകരിക്കാതെ ഒരു രാഷ്ട്രീയം തീരുമാനിച്ചതാണ്. ഞങ്ങളാണെങ്കിൽ കേരളത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥി കൂടിയാണ് എന്ന വസ്തുത ഈ നോട്ടീസ് അയച്ചവർ മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പ്രഫുൽ പട്ടേൽ എന്ന് പറയുന്ന അദ്ദേഹം നേരത്തെ പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അദ്ദേഹം അവകാശപ്പെടുന്ന അദ്ദേഹം എൻ.സി.പിയുടെ വർക്കിംഗ് പ്രസിഡന്റ് എന്നാണ്. എൻ.സി.പിയുടെ ഭരണഘടനയിൽ ഒരിടത്തും വർക്കിംഗ് പ്രസിഡന്റ് എന്നൊരു പദവിയില്ല. അപ്പോൾ ഇല്ലാത്തൊരു പദവി വെച്ച് എനിക്ക് നോട്ടീസ് അയക്കാനോ അതിൻ്റെ അടിസ്ഥാനത്തിൽ തുടർ നടപടികൾ പോകാനോ അദ്ദേഹത്തിന് യാതൊരു അവകാശമില്ല എന്നുള്ളതാണ് എൻ്റെ നിലപാട്. നിയമപരമായി നേരിടാൻ തന്നെയാണ് തീരുമാനം. തീർച്ചയായിട്ടും അത് കാരണം ഒന്നാമത് ഈ ശരത് പവാറും അജിത് പവാറും തമ്മിലുള്ള സ്പ്ലിറ്റിൽ ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ കേസ് നിലനിൽക്കുകയാണ്. അതിൽ അന്തിമ തീരുമാനമാകുന്നത് വരെ മറ്റൊരു തരത്തിലുള്ള നിലപാട് സ്വീകരിക്കാൻ ആർക്കും തന്നെ അവകാശമില്ല. രാഷ്ട്രീയ ഗൂഢാലോചന കേരളത്തിലേക്ക് കൂടി എത്തിക്കാനുള്ള നീക്കമാണോ നടക്കുന്നത്? അല്ല, അങ്ങനെയാണ് ഇതിൻ്റെ അകത്ത് സ്പ്ലിറ്റ് ഉണ്ടായി. കേരളത്തിൽ അതാരും വിചാരിച്ചാലും നടക്കുന്ന പ്രശ്നമൊന്നുമില്ല. അത് കേരളം കണ്ട ആരും പനിക്കുകയും വേണ്ട, പ്രത്യേകിച്ചും ബി.ജെ.പി. പവാർജിയുടെ നേതൃത്വത്തിൽ ഒരു ഉന്നതതല യോഗം തന്നെയാണ് ഇന്ന് ചേരുന്നത് ഡൽഹി. യോഗമല്ല, ഡിസ്കഷൻ. യോഗം എന്ന് പറഞ്ഞാൽ ഞങ്ങൾ രണ്ടാൾ കണ്ടാൽ യോഗമാവില്ലല്ലോ. അതൊരു ഇത് സംബന്ധിച്ച ഒരു ഡിസ്കഷൻ, എങ്ങനെയാണ് മുമ്പോട്ട് പോകേണ്ടത് തുടങ്ങിയ സാങ്കേതിക വിഷയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ സാങ്കേതിക വിഷയങ്ങളൊക്കെ പരിഹരിച്ച് മുമ്പോട്ട് പോകാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഈ സന്ദർശനം. അദ്ദേഹം സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ രാജി എന്നത് അത് ആവശ്യക്കാരുടെ വെറും ഒരു മോഹം മാത്രമായിരിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. കേരളം കണ്ട ആരും പനിക്കേണ്ടെന്ന് കൂടി എ.കെ. ശശീന്ദ്രൻ പറയുന്നുണ്ട്. ഇന്ന് അദ്ദേഹം നേതൃത്വവുമായി കൂടിക്കാഴ്ച നടത്തും, അഭിഭാഷകരുമായി കാണും. അതിനുശേഷം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിക്കേണ്ടതുണ്ടെങ്കിൽ സമീപിക്കുമെന്നാണ് അദ്ദേഹം ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഡൽഹിയിൽ നിന്ന് ക്യാമറാമാൻ ജോഗിത് സിംഗിനൊപ്പം വിനീത VG 24.